നമ്മൾ കുറച്ചു നേരം മുമ്പ് FIUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കിടയിൽ കുറച്ച് വിദ്യാർത്ഥികൾ കമൻ്റായിട്ട് ചോദിച്ചതും എനിക്ക് വാട്സപ്പിൽ കുറച്ച് ദിവസങ്ങളിൽ കമൻ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംശയം തന്നെയാണ്. FIUGPയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാത്തത്? 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്താ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊന്നും മിണ്ടാതിരിക്കുന്നത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ നിലവിലെ ഉള്ള അപ്ഡേറ്റ് ആണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയെക്കുറിച്ച് നമ്മൾ കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. പിന്നെ അതിൽ വന്ന കമൻറ്റും പിന്നെ എനിക്ക് കുറച്ച് ദിവസമായി വാട്സപ്പിൽ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് പലരും വിദ്യാർത്ഥികളും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്നായിരിക്കും FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ വിളിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സപ്ലിമെൻ്ററി വിദ്യാർത്ഥികൾ, ഞാൻ ആദ്യം പറയാൻ പോകുന്നൊരു കാര്യം, സപ്ലിമെൻ്ററി വിദ്യാർത്ഥികൾ സ്കിപ്പ് ചെയ്തോ. ഞാൻ ആദ്യം ഇമ്പ്രൂവ്മെൻ്റ് വിദ്യാർത്ഥികളെ കുറിച്ചൊരു കാര്യം പറയട്ടെ. ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓർഡർ പ്രകാരം കേരളത്തിലെ പ്രമുഖ 4 യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും കേരള യൂണിവേഴ്സിറ്റിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും MG യൂണിവേഴ്സിറ്റിക്കും എന്താണ് FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്ന് ഓർഡറുണ്ട്. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്ന്. എന്നാൽ അതിനകത്ത് ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, യാതൊരു വിവരങ്ങളും പ്രതിപാദിച്ചിട്ടില്ല. നിലവിൽ എന്താണ്, സപ്ലിമെൻ്ററി പരീക്ഷ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം 45 ദിവസത്തിനകം വിളിക്കണം. എന്നാൽ ഇംപ്രൂവ്മെൻ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ആ സർക്കുലറിൽ നിലവിൽ ഒരു വിവരങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല. ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് നിലവിലൊന്നും പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യൂണിവേഴ്സിറ്റികളുടെ, അത് കേരളയായാലും കണ്ണൂരായാലും കാലിക്കറ്റ് ആയാലും MG ആയാലും, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കാലിക്കറ്റിൻ്റെയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ വന്നാൽ മാത്രമാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെൻ്ററി FIUGP ഒന്നാം സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷയും നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് അതിൽ വിദ്യാർത്ഥികൾക്ക്, ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലർ പറയുന്നത് സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം. എന്നാൽ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയെ കുറിച്ച് അതിൽ വിവരങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല. അത് യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ വന്നാൽ മാത്രമാണ് ഇംപ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ സാധിക്കൂ. ഇനി സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഓർഡറിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്, FIUGPയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം. അത് കാരണം ഒരു വർഷം കാത്തിരിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മറന്നു പോവുകയും പിന്നീട് വിദ്യാർത്ഥികൾക്ക് അത് എഴുതിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാകും എന്നൊരു പ്രശ്നം മുന്നിൽ കണ്ടിട്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സർക്കാർ ഈ തീരുമാനത്തെ അംഗീകരിച്ചത്. ഒരു കമ്മിറ്റി എന്ത് ചെയ്തു, 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നുള്ളൊരു റിപ്പോർട്ട് സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ആ തീരുമാനത്തെ എന്ത് ചെയ്തു, സർക്കാർ അപ്രൂവ് ചെയ്തു, അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലകളായ കേരള, കണ്ണൂർ, കാലിക്കറ്റ്, MG, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി പരീക്ഷ എന്നായിരിക്കും ഉണ്ടാകുക. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യം അതാണ്, നോട്ടിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നതെന്ന്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ട് 45 ദിവസത്തിനകം നടത്തുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക്
ഈ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ സപ്ലിമെന്ററി പരീക്ഷ നടത്താനുള്ള തീരുമാനം ഉണ്ടാകും. ഈ മാസം അവസാനത്തോടു കൂടിയോ അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ. അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഈ സപ്ലിമെന്ററി പരീക്ഷ നടത്തി തീർക്കണം. സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഈ സപ്ലിമെന്ററി പരീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ഈ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് മുന്നേ നടത്തുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, ഈ സപ്ലിമെന്ററി എക്സാം പൂർത്തീകരിക്കണം. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനത്തോടു കൂടി അടുത്ത മാസം ആദ്യമായിട്ട് തന്നെ ഉണ്ടാകും. ഈ കാര്യം അറിയാതെ പോകരുന്നൊരു വീഡിയോ ഇട്ടു. ഇത് കാര്യം ഞാൻ തമ്മിൽ കൂട്ടിച്ചേർത്തോളാം. അപ്പോൾ ഈ കാര്യം അറിയാതെ പോകരുന്നൊരു വീഡിയോ ഇട്ടതിന് കാരണം, തമ്മിൽ ഇട്ടതിന് കാരണം, ഈ നോട്ടിഫിക്കേഷൻ, ഈ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് FIUGPയുടെ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന വിവരം വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അറിയിപ്പുകൾ വരുന്നവർക്ക് നിങ്ങളിലേക്ക് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ദ കരിയർ ഗൈഡ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.